നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ പാർട്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൺഫ്യൂസിങ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ മെയിനായിട്ട് എഴുതി പറയാൻ പോകുന്നത്. നോക്കിക്കോളെ, ഇതൊന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റിൻ്റെ കാലാവധി. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റിൻ്റെ കാലാവധി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ 15 വർഷം ഓപ്ഷനിൽ കാണാം, 5 കാണാം, അങ്ങനെ തോന്നിക്കും. അപ്പോൾ നമ്മൾ 15 5 ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ട് വാഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെർമിറ്റിൻ്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. എത്രയാണ്? 5 വർഷം. 5 വർഷമാണ് ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റിൻ്റെ കാലാവധി. എത്രയാണ്? 5 വർഷമാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ എന്താണ് ട്രാൻസ്പോർട്ട് വാഹനം, എന്താണ് സ്വകാര്യ വാഹനം എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തെ ഒരു സ്വകാര്യ വാഹനത്തിൽ തിരിച്ചറിയാവുന്നത്? ട്രാൻസ്പോർട്ട് വാഹനം എന്ന് വെച്ചാൽ എപ്പോഴും മഞ്ഞ നമ്പർ പ്ലേറ്റിൽ കറുത്ത അക്കത്തിലാണ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയത്. ട്രാൻസ്പോർട്ട് വാഹനം എങ്ങനെയായിരിക്കും? മഞ്ഞ നമ്പർ പ്ലേറ്റിൽ കറുത്ത ലക്കത്തിൽ ആണ് അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സ്വകാര്യ വാഹനം നമ്മുടെ ഈ ബൈക്ക്, നമ്മുടെ വീട്ടിലുള്ള സ്കൂട്ടർ, ബൈക്ക്, നമ്മുടെ കാർ, അതൊക്കെയാണ് സ്വകാര്യ വാഹനം. സ്വകാര്യ വാഹനത്തേക്ക് നമ്പർ പ്ലേറ്റ് നോക്കിയാൽ വെള്ള നമ്പർ പ്ലേറ്റിൽ കറുത്ത കളറിലാണ് അക്കങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് സ്വകാര്യ വാഹനം എന്ന് പറഞ്ഞത്. ഇപ്പം ട്രാൻസ്പോർട്ട് വാഹനം ബസ്സൊക്കെ നമ്മൾ ബസ്, ലോറി, ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ട് വാഹനം എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പം നമ്മളെ വീട്ടിൽ സ്വന്തം ബൈക്ക്, ഇതൊക്കെയാണ് സ്വകാര്യ വാഹനങ്ങൾ. അതിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ കളർ നോക്കി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ട്രാൻസ്പോർട്ട് സ്വകാര്യ വാഹനം തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പം ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റിൻ്റെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. എന്നാൽ നമ്മുടെ ഒരു സ്വകാര്യ വാഹനത്തിൻ്റെ പെർമിറ്റിൻ്റെ കാലാവധി എത്രയാണ്? 15 വർഷമാണ്. വാഹനം എടുത്ത് ആദ്യം 15 വർഷത്തേക്ക് നമ്മൾ ആദ്യം ടാക്സ് അടയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഓരോ 5 വർഷവും നമ്മൾ ടാക്സ് എടുക്കുന്നത്. അപ്പം സ്വകാര്യ വാഹനം 15 വർഷവും, എന്നാൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റിൻ്റെ കാലാവധി എത്രയാണ്? 5 വർഷവും. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റിൻ്റെ കാലാവധി 5 വർഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഏത് റിഫ്ലക്റ്റീവ് സ്റ്റഡാണ് ഹൈവേയിൽ നിന്നുള്ള സ്ലിപ്പ് റോഡിന്റെ വക്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്? ഏത് കളറാണ് നമ്മുടെ ഹൈവേയിൽ നിന്നുള്ള സ്ലിപ്പ് റോഡിന്റെ വക്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്? പച്ചയാണ്. ഏത് കളറാണ്? പച്ചയാണ്. ഏത് റിഫ്ലക്റ്റീവ് സ്റ്റഡാണ് ഹൈവേകളിൽ നിന്നുള്ള സ്ലിപ്പ് റോഡിന്റെ വക്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്? ഏത് കളറാണ്? പച്ചയാണ്. പച്ച കളറാണ്. അതാണ് നമ്മുടെ ഹൈവേ, നാഷണൽ ഹൈവേയുടെ സൈഡിലെ സ്ലിപ്പ് റോഡ് എന്ന് വെച്ചാൽ പാർശ്വ റോഡാണ്, സൈഡിലോട്ട് വന്ന് കയറുന്ന റോഡ്. അതിന്റെ റോഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പച്ച റിഫ്ലക്റ്റീവ് സ്റ്റഡാണ് റോഡിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് റിഫ്ലക്റ്റീവ് സ്റ്റഡാണ് ഹൈവേയിൽ നിന്നുള്ള സ്ലിപ്പ് റോഡിന്റെ വക്കിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ്? പച്ച കളറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഡ്രൈവർക്ക് കൈകൊണ്ട് കാണിക്കാവുന്ന സിഗ്നലുകളുടെ എണ്ണം. ഡ്രൈവർക്ക് കൈകൊണ്ട് കാണിക്കാവുന്ന സിഗ്നൽ എത്രയാണുള്ളത്? PSA നിർദ്ദേശിക്കുന്നത് 4ആണ്. എത്രയാണ്? 4ആണ്. 4 സിഗ്നലാണ് ഡ്രൈവർക്ക് കൈകൊണ്ട് കാണിക്കാവുന്ന സിഗ്നൽ. PSA ആൻസർ പ്രകാരം അംഗീകരിച്ചിരിക്കുന്നത് എത്രയാണ്? 4ആണ്. അപ്പോൾ ഒന്നുകൂടി നോക്കി ഇത്രയും ക്വസ്റ്റ്യൻ. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റിന്റെ കാലാവധി എത്രയാണ്? ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റിന്റെ കാലാവധി 5 വർഷമാണ്. 5. അപ്പം ട്രാൻസ്പോർട്ട് വാഹനം എങ്ങനെ തിരിച്ചറിയും? മഞ്ഞ നമ്പർ പ്ലേറ്റിൽ കറുത്ത ലക്കത്തിൽ അക്ഷരങ്ങൾ എഴുതിക്കും. ഇതാണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മളെ KSRTC ബസ് അങ്ങനെ ഓർമ്മിച്ചത്. അപ്പോൾ അതിൻ്റെ നമ്പർ പ്ലേറ്റ് അറിയാം, കണ്ടിട്ടുണ്ടല്ലോ. സ്വകാര്യ വാഹനം വെച്ചാൽ നമ്മുടെ ബൈക്ക് സ്വന്തം, അതിൻ്റെ നമ്പർ പ്ലേറ്റ് എന്ത് കളറായിരിക്കും അങ്ങനെ ഓർമ്മിച്ചാൽ മതി. അതാണ് സ്വകാര്യ വാഹനം, ട്രാൻസ്പോർട്ട് വാഹനം തിരിച്ചറിയാം. അടുത്ത് ഏത് റിഫ്ലക്റ്റീവ് സ്റ്റഡാണ് ഹൈവേകളിൽ നിന്നുള്ള സ്ലിപ്പ് റോഡിന്റെ വക്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്? ഏത് കളർ? പച്ച കളറാണ്. ഹൈവേകളിൽ നിന്നുള്ള വന്നു കയറുന്ന പാർശ്വ റോഡിന്റെ സൈഡിൽ തറയിൽ സ്ഥാപിച്ചിരിക്കുന്ന കളറാണ് പച്ച. ഇനി ശ്രദ്ധിച്ചാൽ റോഡിന്റെ സൈഡിൽ തറയിലുണ്ട് ഇങ്ങനെ നമ്മൾ റിഫ്ലക്റ്റീവ്, നമ്മുടെ വാഹനം റിഫ്ലക്റ്റായിട്ട് പ്രതിഫലിക്കാൻ വേണ്ടിയിട്ടാണ് ആ റിഫ്ലക്റ്റീവ് സ്റ്റഡ് തറയിലാണ് സ്ഥാപിച്ചത്, റോഡിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പച്ചയാണ്. ഡ്രൈവർക്ക് കൈകൊണ്ട് കാണിക്കാവുന്ന സിഗ്നലുകളുടെ എണ്ണം എത്രയാണ്? 4ആണ്. ഡ്രൈവർക്ക് കൈകൊണ്ട് PSA ആൻസർ പ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. എത്രയാണ്? 4 സിഗ്നലാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് എടുക്കുന്നത് എന്ത് അടിസ്ഥാനമാക്കിയാണ്? എൻജിൻ കപ്പാസിറ്റി പ്ലസ് സീറ്റിംഗ് കപ്പാസിറ്റി. അപ്പം ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ നമ്മുടെ പെർമിറ്റ് എടുക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണ്? എൻജിൻ കപ്പാസിറ്റി പ്ലസ് സീറ്റിംഗ് കപ്പാസിറ്റി. അതിൻ്റെ എൻജിൻ കപ്പാസിറ്റി എത്രയുണ്ടോ അതിനോടൊപ്പം എന്താണ് അതിലുള്ള എത്രയാണ് സീറ്റിംഗ് കപ്പാസിറ്റി അതുകൂടി ആഡ് ചെയ്യും. അത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ എന്താണ് പെർമിറ്റിൻ്റെ വാല്യൂ കണക്കാക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? എൻജിൻ കപ്പാസിറ്റി പ്ലസ് സീറ്റിംഗ് കപ്പാസിറ്റി. എൻജിൻ കപ്പാസിറ്റി എത്രയാണോ അതിൻ്റെ കൂടെ എന്ത് കൂട്ടും? ആ ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി കൂടെ കൂട്ടും. അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെയൊക്കെ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? 37 + 2 ആണ്. 37 + 2 ടോട്ടൽ 39. എത്രയാണ് സീറ്റിംഗ് കപ്പാസിറ്റി ബസ്സിൻ്റെ എന്ന് വെച്ചാൽ എത്രയാണ്? 39 സീറ്റാണ്. എങ്ങനെയാണ്? 37 യാത്രക്കാരും ഒരു കണ്ടക്ടർ ഒരു ഡ്രൈവർ, അങ്ങനെ ടോട്ടൽ 39 ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ 2 വീലറിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ്? 2ആണ്. 2 വീലറിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി മാക്സിമം 2ആണ്, 2 പേര് മാത്രമേ. എന്നാൽ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മുടെ ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോകുന്ന യാത്രക്കാരുടെ എണ്ണം. ട്രാക്ടറെ കയറ്റാവുന്ന ആരെയും യാത്രക്കാരെ കയറ്റാൻ പറ്റില്ല, വെറും ഡ്രൈവർ, ഒരേ ഒരു സീറ്റ് മാത്രമേ, ഡ്രൈവർക്ക് മാത്രമേ ട്രാക്ടറിൽ സഞ്ചരിക്കുവാൻ പാടുള്ളൂ. അപ്പം ട്രാക്ടർ കയറ്റാവുന്ന യാത്രക്കാരുടെ എണ്ണം എത്ര? 1, 2
ഓപ്ഷൻ കൊടുത്തിരിക്കും. അപ്പോൾ രണ്ടൊന്നും കയറ്റാൻ പാടില്ല, ഡ്രൈവർ മാത്രമേ ട്രാക്ടറിൽ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നാണ് മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വകാര്യ വാഹനങ്ങളുടെ പെർമിറ്റ് എടുക്കുന്നത്. അപ്പം നമ്മൾ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? എൻജിൻ കപ്പാസിറ്റി പ്ലസ് സീറ്റിംഗ് കപ്പാസിറ്റി. അടുത്ത സ്വകാര്യ വാഹനങ്ങൾ. സ്വകാര്യ വാഹനം നമ്മുടെ ബൈക്ക് പോലെയാണ് സ്വകാര്യ വാഹനങ്ങൾ. സ്വകാര്യ വാഹനങ്ങളുടെ പെർമിറ്റ് എടുക്കുന്നതിന് പർച്ചേസ് വാല്യൂ, അതിൻ്റെ പർച്ചേസ്, നമ്മൾ ആദ്യം വാഹനം വാങ്ങുന്ന വില എത്രയാണോ അത് അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ പെർമിറ്റ് എടുക്കുന്നത്. സ്വകാര്യ വാഹനങ്ങളുടെ പെർമിറ്റ് എടുക്കുന്നതിനാണ് അതിൻ്റെ പർച്ചേസ് വാല്യൂ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കൂ, ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റ് എടുക്കുന്നത് എന്താണ്? എൻജിൻ കപ്പാസിറ്റി പ്ലസ് സീറ്റിംഗ് കപ്പാസിറ്റി അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ സ്വകാര്യ വാഹനങ്ങളുടെ പെർമിറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പർച്ചേസ് വാല്യൂ, വാഹനം വാങ്ങുന്ന വാല്യൂ എത്രയാണോ അത് അടിസ്ഥാനമാക്കിയാണ് സ്വകാര്യ വാഹനങ്ങളുടെ പെർമിറ്റ് എടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 2 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചത് ആരാണ്? 2 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ച ആരാണ്? ദുഗാർഡ് ക്ലർക്ക്. ആരാണ്? ദുഗാർഡ് ക്ലർക്ക്. 2 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ച ആരാണ്? ദുഗാർഡ് ക്ലർക്ക്. ഇത് കൺഫ്യൂസിങ് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിഞ്ഞു പോകും. 2 സ്ട്രോക്ക് എൻജിനാണ്, പെട്രോൾ എൻജിനാണ്, ഡീസൽ എൻജിൻ, അങ്ങനെയൊക്കെ അതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം കൂടി തിരിഞ്ഞു പോകും. അപ്പം അത് ശ്രദ്ധിച്ചു പഠിച്ചു. 2 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചാൽ ദുഗാർഡ് ക്ലർക്കാണ്. ദുഗാർഡ് ക്ലർക്കാണ് 2 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചത്. അടുത്ത് 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചാണ്. 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചാണ് നിക്കോളസ് ഓട്ടോയാണ്. 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചാണ് നിക്കോളസ് ഓട്ടോയാണ്. നിക്കോളസ് ഓട്ടോ 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ച വർഷം അതെന്ന് ചേർന്ന് 1886. നിക്കോളസ് ഓട്ടോ 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ച വർഷത്തിലാണ് 1886. അടുത്ത് ഈ നിക്കോളസ് ഓട്ടോനെ എന്തോന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ പെട്രോൾ എൻജിൻ കണ്ടുപിടിച്ചാന്ന് ചോദിച്ചത് നിക്കോളസ് ഓട്ടോ തന്നെ പെട്രോൾ എൻജിൻ കണ്ടുപിടിച്ചത്. എന്നാൽ ഡീസൽ എൻജിൻ കണ്ടുപിടിച്ചാന്ന് വെച്ചാൽ റുഡോൾഫ് ഡീസലാണ്. ഡീസൽ എൻജിൻ കണ്ടുപിടിച്ചാലാണ് റുഡോൾഫ് ഡീസലാണ്. ഡീസൽ എൻജിൻ കണ്ടുപിടിച്ച റുഡോൾഫ് ഡീസൽ. അപ്പം 2 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ച ആരാണ്? ദുഗാർഡ് ക്ലർക്ക്. 2 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ച ആരാണ്? ദുഗാർഡ് ക്ലർക്കാണ്. അപ്പം 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ച ആരാണ്? 4 സ്ട്രോക്ക് എൻജിൻ നിക്കോളസ് ഓട്ടോയാണ്. 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ച വർഷം ഏതാണ്? 1886 നിക്കോളസ് ഓട്ടോ 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചത്. ഈ നിക്കോളസ് ഓട്ടോ തന്നെ പെട്രോൾ എൻജിൻ കണ്ടുപിടിച്ചത്. അടുത്ത് ഡീസൽ എൻജിൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ റുഡോൾഫ് ഡീസൽ. ആ വാക്കിലുണ്ട് റുഡോൾഫ് ഡീസലാണ് ഡീസൽ എൻജിൻ കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റിയറിംഗ് വീൽ പിടിക്കുന്ന കോണളവ്. സ്റ്റിയറിംഗ് വീൽ പിടിക്കുന്ന കോണളവ് എത്രയാണ്? 60 ഡിഗ്രിയാണ്. സ്റ്റിയറിംഗ് വീൽ പിടിക്കുന്ന കോണളവ് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി ഇത് അക്കത്ത് ചോദിക്കും, എത്രയാണ്? എത്ര നമ്മുടെ ക്ലോക്കായ സ്റ്റിയറിംഗ് വീലിനെ സങ്കല്പിച്ചാൽ എത്രയാണ്? 10 മണി 10 മിനിറ്റ്. 10 മണി 10 മിനിറ്റ്. 10 മണി 10 മിനിറ്റ്. നമ്മുടെ സ്റ്റിയറിംഗ് വീലിനെ ക്ലോക്കായി സങ്കല്പിച്ചാൽ സ്റ്റിയറിംഗ് വീൽ പിടിക്കേണ്ടത് എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? ഇടത് കൈ 10 മണിയുടെ ഭാഗത്തും വലത് കൈ 10 മിനിറ്റിന്റെ ഭാഗത്തുമാണ് വരേണ്ടത്. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? ഇവിടെ അതായത് 1, 2 വലിയ ക്ലോക്കിൽ 2 വരുന്ന ഭാഗത്താണ് വലത് കൈ, 10 വരുന്ന ഭാഗത്ത് ഇടത് കൈമാണ് ക്ലോക്കായി സങ്കല്പിച്ച സ്റ്റിയറിംഗ് വീൽ പിടിക്കേണ്ടത്. കോണളവ് എത്ര ചോദിച്ചാൽ എത്രയാണ്? 60 ഡിഗ്രി. എത്രയാണ്? 60 ഡിഗ്രിയിലാണ് കോണളവ് സ്റ്റിയറിംഗ് വീൽ പിടിക്കേണ്ടത്. കൈകളുണ്ടോ? കോണളവ് എത്രയാണ്? 60 ഡിഗ്രി. 10 മണി 10 മിനിറ്റ് ആണ് ക്ലോക്കായി സങ്കല്പിച്ചത്. ഒന്ന് നോക്കൂ, 2 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ച ആരാണ്? ദുഗാർഡ് ക്ലർക്ക്. 2 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചത് ദുഗാർഡ് ക്ലർക്ക്. 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ച ആരാണ്? നിക്കോളസ് ഓട്ടോ. 1886 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചത്. സ്റ്റിയറിംഗ് വീൽ പിടിക്കുന്ന കോണളവ് എത്രയെന്ന് വെച്ചാൽ 60 ഡിഗ്രിയും അതൊരു ക്ലോക്കായി സങ്കല്പിച്ചാൽ എത്രയെന്ന് വെച്ചാൽ എത്രയാണ്? 10 മണി 10 മിനിറ്റ് ആണ്. ഇനി 2 സ്ട്രോക്ക് എൻജിനും 4 സ്ട്രോക്ക് എൻജിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എക്സാം ചോദിച്ചാൽ 2 സ്ട്രോക്ക് കഴിഞ്ഞ ട്രയൽ എക്സാം ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. 2 സ്ട്രോക്ക് എൻജിനും 4 സ്ട്രോക്ക് എൻജിൻ നമ്മൾ 2 സ്ട്രോക്ക് എൻജിൻ എന്താണ്? പോർട്ടാണ്. മറ്റേ 4 സ്ട്രോക്ക് എൻജിൻ എന്താണ്? വാൾവുകൾ. അപ്പോൾ 4 സ്ട്രോക്ക് എൻജിനുകൾ വാൾവുകൾക്ക് പകരം 2 സ്ട്രോക്ക് എൻജിൻ എന്താണുള്ളത് വെച്ചാൽ പോർട്ടാണ്. വാൾവുകൾ ഇല്ല. 4 സ്ട്രോക്ക് എൻജിൻ വാൾവുണ്ട്. 2 സ്ട്രോക്ക് എൻജിനിൽ വാൾവുകൾക്ക് പകരം എന്താണ്? 2 സ്ട്രോക്ക് എൻജിൻ ഉള്ളത് പോർട്ടാണ്. അത് പഴയ 2 സ്ട്രോക്ക് നമ്മൾ പെട്രോൾ ഓയിലും കൂടി ഒഴിക്കുമല്ലോ, അതാണ് 2 സ്ട്രോക്ക് എൻജിൻ എന്ന് പറഞ്ഞാൽ. അത് പെട്രോയിലാണ് അതിൽ ഒഴിക്കുന്നത്. അതിലാണ് വാൾവുകൾക്ക് പകരം എന്താണുള്ളത്? അവിടെ പോർട്ടാണ് ഉള്ളത്. അപ്പം നമുക്ക് കുറച്ച് ഫുൾ ഫോം നോക്കാം. ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫുൾ ഫോം. MSM എന്ന് വെച്ചാൽ എന്താണ്? മിറർ സിഗ്നൽ മാന്യൂർ. MSM എന്ന് വെച്ചാൽ എന്താണ്? മിറർ സിഗ്നൽ മാന്യൂർ ആണ് MSM. എന്ന് വെച്ചാൽ എന്താണ്? ശാസ്ത്രീയമായ ഡ്രൈവിംഗിന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് MSM ബാർ PSL എന്നൊക്കെ നമുക്ക് എക്സാമിൽ വരും. MSM ബാർ PSL എന്ന് വെച്ചാൽ എന്താണ്? ശാസ്ത്രീയമായ ഡ്രൈവിംഗിന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് MSMന്റെ ഫുൾ ഫോം എന്താണ്? മിറർ സിഗ്നൽ മാന്യൂർ. അടുത്ത് CRDA എന്താണ്? CRDA എന്ന് വെച്ചാൽ എന്താണ്? കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നാണ്.
CRDA കഴിഞ്ഞ ഡ്രൈവർ എക്സാമിൽ ചോദിച്ചത് ഒന്നതാണ് CRDA. എന്താണ് CRDA ഫുൾ ഫോമാണ് ചോദിച്ചത്? കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. എന്താണ് CRDA? കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നാണ് CRDA ഉപയോഗിക്കുന്നത്. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. ഡീസൽ വാഹനങ്ങളിൽ ഫ്യൂൽ ഇഞ്ചക്ടർ ഉപയോഗിച്ചാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്, അതറിയാലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് CRDA, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. CRDA എന്ന് വെച്ചാൽ കോമൺ റെയിലാണ്, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നാണ്. ഓപ്ഷൻ നോക്കിക്കോളെ. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ CRDA പറ്റാവൂ. അടുത്ത CRDE ആണ്. CRDE കോമൺ റെയിൽ ഡീസൽ എഞ്ചിൻ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് അങ്ങോട്ടും തെറ്റി നോക്കും. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, I മീൻസ് ഇഞ്ചക്ഷൻ അങ്ങനെ ഓർമ്മിക്കണം. അത് CRDE. എന്ന് വെച്ചാൽ കോമൺ റെയിൽ ഡീസൽ എഞ്ചിൻ. E എന്ന് വെച്ചാൽ എഞ്ചിൻ, I എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ, E എന്ന് വെച്ചാൽ എഞ്ചിൻ. അപ്പം CRDA കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. CRDE എന്ന് പറഞ്ഞാൽ കോമൺ റെയിൽ ഡീസൽ എഞ്ചിനാണ്. കോമൺ റെയിൽ ഡീസൽ എഞ്ചിനാണ് CRDE എന്ന് പറയുന്നത്. അടുത്ത നോക്കിയോ BHP എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഹോഴ്സ് പവർ. BHP എന്നതാണ് ബ്രേക്ക് ഹോഴ്സ് പവർ. BHP എന്ന് വെച്ചാൽ HP ഹോഴ്സ് പവർ ആണ് നമുക്കറിയാം. അപ്പം BHP ബ്രേക്ക് ഹോഴ്സ് പവർ ആണ്. BHP എന്ന് വെച്ചാൽ ബ്രേക്ക് ഹോഴ്സ് പവർ. അടുത്ത ESP എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. ESP എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. ESP എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്നാണ് ESP പറയുന്നത്. അപ്പം BHP എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഹോഴ്സ് പവർ, ESP എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്താണെന്ന്, അതായത് നമ്മുടെ ESP എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ABS പോലുള്ള മറ്റൊരു സംവിധാനമാണ്. ABS എന്ന് വെച്ചാൽ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ABS എന്ന് വെച്ചാൽ ആന്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം. അതുപോലത്തെ മറ്റൊരു സംവിധാനമാണ്, സുരക്ഷ നൽകുന്ന വാഹനത്തിന് സുരക്ഷ നൽകുന്ന മറ്റൊരു സംവിധാനമാണ് ESP, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി നോക്കിക്കോളൂ. MSM എന്ന് വെച്ചാൽ മിറർ സിഗ്നൽ മാനുവൽ. അടുത്ത് CRDI കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. CRDA കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. അടുത്ത് CRDE എന്ന് വെച്ചാൽ കോമൺ റെയിൽ ഡയറക്റ്റ് ഡീസൽ എഞ്ചിൻ എന്നാണ്. കോമൺ റെയിൽ ഡീസൽ എഞ്ചിനാണ് CRDE എന്ന് വെച്ചാൽ കോമൺ റെയിൽ ഡീസൽ എഞ്ചിൻ എന്നാണ്. അടുത്ത് BHP എന്ന് വെച്ചാൽ ബ്രേക്ക് ഹോഴ്സ് പവർ ആണ് BHP. അടുത്ത ESP എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമാണ്. ESP എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമാണ് ESP എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും. വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം സൂചിപ്പിക്കുന്ന രേഖ എന്തെന്നാണ്? അതിന്റെ ഉത്തരം എന്താണ്? പെർമിറ്റ് ആണ്. വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം, അതായത് ഒരു ഹെവി ഗുഡ്സ് വെഹിക്കിൾ പോലത്തെ വാഹനങ്ങൾ കയറ്റാവുന്ന ഗുഡ്സ്, ചരക്ക് വാഹനങ്ങൾ കയറ്റാവുന്ന ഭാരം സൂചിപ്പിച്ചിരിക്കുന്ന രേഖ എന്താണെന്ന് വെച്ചാൽ അതാണ് പെർമിറ്റ് ആണ്. അപ്പം വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം സൂചിപ്പിച്ചിരിക്കുന്നതാണ് പെർമിറ്റിലാണ്. വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം സൂചിപ്പിക്കുന്ന രേഖ എന്താണെന്ന് വെച്ചാൽ അതാണ് പെർമിറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാഹനത്തിൽ കയറ്റാവുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിച്ചിരിക്കുന്നത്. വാഹനത്തിൽ കയറ്റാവുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലാണ്. വാഹനത്തിൽ കയറ്റാവുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിച്ച് എവിടെയെന്ന് ചോദിച്ചതിലാണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലും. എന്നാൽ വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം സൂചിപ്പിക്കുന്നത്, ഭാരം ഉദ്ദേശിക്കുന്ന ആളുകൾ വരില്ല, അതായിരിക്കും ചരക്ക് വാഹനമായിരിക്കും, ഗുഡ്സ് വെഹിക്കിൾസ് ആണ്. അതിൽ സൂചിപ്പിച്ച അതിന് ഏതാണ്? പെർമിറ്റാണ്. വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം സൂചിപ്പിച്ചിരിക്കുന്ന ഏതാണ്? പെർമിറ്റിലും. എന്നാൽ വാഹനത്തിൽ കയറ്റാവുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. രജിസ്ട്രേഷൻ ഇതാണ് നമ്മുടെ 2 വീലർ ബൈക്കിൻ്റെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 2 പേരാണ്. സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ്? 2 എന്ന് കൊടുത്തേക്കും. 2. അപ്പം വാഹനത്തിൽ കയറ്റാവുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം സൂചിപ്പിക്കുന്നത്. ഉദാഹരണം ചോദിക്കും, ഇങ്ങനെ ചോദിക്കാം, ഒരു ഗുഡ്സ്, ഹെവി ഗുഡ്സ് അല്ലെങ്കിൽ ഒരു ചരക്ക് വാഹനത്തിൻ്റെ എത്ര പേർക്ക് നിന്ന് യാത്ര അല്ലെങ്കിൽ എത്ര പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന രേഖ എന്ന് വെച്ചാൽ അതും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. എപ്പോഴും ആളുകൾ, വാഹനത്തിൽ കയറ്റാവുന്ന ഏത് വാഹനമായിക്കോട്ടെ അതിൽ കയറ്റാവുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നതാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലും. എന്നാൽ വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം എന്ന് ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ചരക്കായിരിക്കും, അല്ലെങ്കിൽ ഗുഡ്സ് വെഹിക്കിൾസ്, ചരക്ക് വാഹനങ്ങളുടെ ചരക്കായിരിക്കും, അത് സൂചിപ്പിക്കുന്നതാണ് പെർമിറ്റിലുമാണ്. ഒന്നുകൂടി, വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം സൂചിപ്പിക്കുന്ന രേഖ ഏതാണ്? പെർമിറ്റാണ്. വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം സൂചിപ്പിക്കുന്ന രേഖ പെർമിറ്റ്. എന്നാൽ വാഹനത്തിൽ കയറ്റാവുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് എവിടെയാണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. വാഹനത്തിൽ കയറ്റാവുന്ന ആളുകളുടെ, ഇപ്പം ഈ ഭാരവുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പുണ്ട്, ഓവർലോഡ് പ്രതിദാനം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 113 സെക്ഷൻ 113. ഓവർലോഡുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 113 ഓവർലോഡ്. അതിന്റെ അടുത്തുള്ള ഒരു വകുപ്പാണ് 112. 112 ഓവർ സ്പീഡിനെ പ്രതിദാനം ചെയ്യുന്ന വകുപ്പ് എന്ന് വെച്ചാൽ സെക്ഷൻ 112. ഓവർലോഡിനെ പ്രതിദാനം ചെയ്യുന്നതാണ് സെക്ഷൻ 113.
അപ്പോൾ ഒന്ന് നോക്കിയാൽ വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം സൂചിപ്പിച്ചിരിക്കുന്ന ഭാരം എന്ന് ചോദിച്ചാൽ മാത്രമേ അതാണ് പെർമിറ്റാണ്. എന്നാൽ വാഹനത്തിൽ കയറ്റാവുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലാണ്. ഈ വാഹനത്തിൽ കയറ്റാവുന്ന ആളുകൾ എന്ന് എടുത്ത് ചോദിച്ചാൽ അവിടെ എപ്പോഴും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഏത് വാഹനം ആയിക്കോട്ടെ അതിൽ കയറ്റാവുന്ന ആളുകളുടെ എണ്ണം സൂചിപ്പിക്കുന്ന ഏത് രേഖയാണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും. ഭാരം എന്ന് ചോദിച്ചാൽ എപ്പോഴും പെർമിറ്റും ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വാഹനത്തിൻ്റെ ടെക്നിക്കൽ പാർട്സുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യനാണ് അടുത്തത്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ധർമ്മം എന്താണ്? എന്താണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞാൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ധർമ്മം അറിയാൻ പറ്റും. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ധർമ്മം എന്താണ്? ഗിയർ ബോക്സിനെയും ഡിഫറൻഷ്യലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഏതൊക്കെയാണ്? ഗിയർ ബോക്സിനെയും ഡിഫറൻഷ്യലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എവിടെ ഇരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. എവിടെയാണ്? നമ്മുടെ ഹെവി വാഹനം, ബസ്, ലോറി പോലത്തെ ഹെവി വാഹനങ്ങളുടെ അടിഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ട്യൂബ്, ഒരു കുഴൽ പോലുള്ള ഒരു ഭാഗം കറങ്ങണം. നമുക്ക് അടിഭാഗത്ത് ഒരു ട്യൂബ് പോലത്തെ ഭാഗം, അതായത് ഫ്രണ്ട് വീലിൻ്റെയും ബാക്ക് വീലിൻ്റെയും ഇടയ്ക്ക് ആയിട്ടൊരു ഭാഗം കിടന്ന് കറങ്ങണാകാം. വണ്ടിയുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് അതാണ് നമ്മുടെ റിവേഴ്സിനും ഗിയർ മാറ്റിനനുസരിച്ച് അത് കറങ്ങും. അതാണ് ഇത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ധർമ്മം എന്താണ്? ഗിയർ ബോക്സിനെയും ഡിഫറൻഷ്യൽ യൂണിറ്റിനെയും തമ്മിൽ. ഗിയർ ബോക്സ് എപ്പോഴും എഞ്ചിൻ ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്താണ് വാഹനങ്ങളുടെ ഇരിക്കുന്നത്. ഈ ഡിഫറൻഷ്യൽ യൂണിറ്റ് എപ്പോഴും ബാക്കിലാണ്. ബാക്ക് ടയറിൻ്റെ ഇടയ്ക്കാണ് ഡിഫറൻഷ്യൽ യൂണിറ്റ് ഇരിക്കുന്നത്. അതായത് ഡിഫറൻഷ്യൽ യൂണിറ്റിന് ഹൗസിംഗ് എന്നൊക്കെ പറയും. ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ ബാക്കിലൊരു റിയർ വീലിൽ, ലോറിയിലും ബസ്സിൻ്റെയൊക്കെ റിയർ വീലിൽ ബാക്ക് വീലിൻ്റെ അടിഭാഗത്ത് ഒരു ബോൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഡിഫറൻഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ആ ഫ്രണ്ടിരിക്കുന്ന ഗിയർ ബോക്സിനെയും ബാക്കിയിരിക്കുന്ന ഡിഫറൻഷ്യൽ യൂണിറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് എന്താണ്? പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ധർമ്മം എന്താണ്? ഗിയർ ബോക്സിനെയും ഡിഫറൻഷ്യൽ യൂണിറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പ്രൊപ്പല്ലർ ഷാഫ്റ്റുമായി ബന്ധപ്പെട്ട ഭാഗം. ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റുമായി ബന്ധപ്പെട്ട 2 ഭാഗങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? യൂണിവേഴ്സൽ ജോയിൻറ്റും സ്ലിപ്പ് ജോയിൻറ്റും. അപ്പോൾ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അടിഭാഗത്ത് ഒരു കുഴൽ പോലെ, ഫ്രണ്ട് വീലിൻ്റെ ബാക്ക് വീലിൻ്റെ ഇടയ്ക്കുള്ള ഒരു കുഴൽ പോലെ കാണപ്പെടുന്നതാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. അതിൽ പറഞ്ഞ 2 ജോയിൻറ്റുകളാണ് ഏതൊക്കെയാണ്? യൂണിവേഴ്സൽ ജോയിൻറ്റ്, സ്ലിപ്പ് ജോയിൻറ്റ്. 2 ജോയിൻറ്റ് വരും. ആ പൈപ്പിൻ്റെ ഇടയ്ക്കായിട്ട് 2 ജോയിൻറ്റ് വരും. ബോൾട്ടൊക്കെ ഇട്ട് നെട്ടൊക്കെ ഇട്ട് 2 ജോയിൻറ്റ് ഉണ്ട്. അതാണ് യൂണിവേഴ്സൽ ജോയിൻറ്റ്, സ്ലിപ്പ് ജോയിൻറ്റ്. ഈ യൂണിവേഴ്സൽ ജോയിൻറ്റ് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ എന്താണ് വ്യത്യാസപ്പെടുത്തുന്നത്? യൂണിവേഴ്സൽ ജോയിൻറ്റ് അതിൻ്റെ ഡയറക്ഷൻ. നമ്മളെ വണ്ടി ഗട്ടറൊക്കെ ചാടുമ്പം ഈ സ്ട്രെയിറ്റർ എന്നാൽ ഇപ്പോൾ ഒടിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മൂവ്മെൻറ്റിനുമായി ബന്ധപ്പെട്ട പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ഭാഗമാണ് യൂണിവേഴ്സൽ ജോയിൻറ്റ്. എന്നാൽ സ്ലിപ്പ് ജോയിൻറ്റ് നീള വ്യത്യാസം. അപ്പോൾ ബാക്ക് വീലും ഫ്രണ്ട് വീലും തമ്മിൽ ഇപ്പോൾ ഒരു ഗട്ടർ ചാടി പോകുമ്പോഴുള്ള നീള വ്യത്യാസം വരുമില്ലേ? അപ്പോൾ ആ നീള വ്യത്യാസത്തെ ക്രമീകരിക്കുന്ന ആ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ഭാഗമാണ് സ്ലിപ്പ് ജോയിൻറ്റ്. നീള വ്യത്യാസത്തെ ക്രമീകരിക്കുന്ന ഭാഗം സ്ലിപ്പ് ജോയിൻറ്റും. സ്ലിപ്പാകുമ്പോൾ നീള വ്യത്യാസം വരുന്നത് സ്ലിപ്പ് ജോയിൻറ്റ് നീള വ്യത്യാസത്തെ. അപ്പം യൂണിവേഴ്സൽ ജോയിൻറ്റ് എന്ന് വെച്ചാൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ഡയറക്ഷനെ സ്വാധീനിക്കുന്നതെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ജോയിൻറ്റ്. അപ്പോൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റുമായി ബന്ധപ്പെട്ട 2 ഭാഗങ്ങളാണ് യൂണിവേഴ്സൽ ജോയിൻറ്റും സ്ലിപ്പ് ജോയിൻറ്റും. അപ്പോൾ ഒന്ന് നോക്കുക, പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ധർമ്മം എന്താണ്? ഗിയർ ബോക്സിനെയും ഡിഫറൻഷ്യലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ധർമ്മം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊപ്പല്ലർ ഷാഫ്റ്റുമായി ബന്ധപ്പെട്ട 2 ഭാഗങ്ങളാണ് യൂണിവേഴ്സൽ ജോയിൻറ്റും സ്ലിപ്പ് ജോയിൻറ്റും. അപ്പോൾ നോക്കി നമ്മൾ അടുത്ത് നോക്കണമെന്ന് വെച്ചാൽ 4 വരി പാതയിലെ വേഗതയാണ്. ഓരോ വാഹനത്തിനും 4 വരി പാതയിലെ വേഗത. അപ്പം മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഒരു വാഹനം പരമാവധി വേഗതയിൽ ഓടിക്കാവുന്ന ഏത് റോഡ്? സ്റ്റേറ്റ് ഹൈവേ, ഗാർഡ് റോഡും നാഷണൽ ഹൈവേ ഒന്നുമില്ല. എപ്പോഴും 4 വരി പാതയിലാണ്. 4 വരി പാതയിലാണ് മാക്സിമം സ്പീഡിൽ വാഹനം ഓടിക്കാവുന്നത്. എന്നാലും എല്ലാ വാഹനത്തിനും ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. 4 വരി പാതയിൽ ഓടിക്കാവുന്നത്. അതിൽ മോട്ടോർ കാറിൻ്റെ എത്രയെന്ന് വെച്ചാൽ എത്രയാണ്? 90 km/h. എത്രയാണ്? 90 km/h മോട്ടോർ കാർ ഓടിക്കാവുന്നത്. അപ്പം ഇനിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഏറ്റവും കൂടുതൽ വേഗതയിൽ ഓടിക്കാവുന്ന വാഹനം എന്ന് വെച്ചാൽ ഏതാണ്? 4 വരി പാതയിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ ഓടിക്കാവുന്ന ഏത് റോഡിലും ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ വേഗതയിൽ ഓടിക്കാവുന്നതെന്ന് വെച്ചാൽ മോട്ടോർ കാറാണ്. മോട്ടോർ കാറിൻ്റെ 4 വരി പാതയിലെ മാക്സിമം സ്പീഡ് എത്രയുണ്ട്? 90 km/h. അടുത്ത മോട്ടോർ സൈക്കിളിൻ്റെ 4 വരി പാതയിൽ എത്രയാണ്? 70 km/h. 70 km/h ആണ് ഒരു മോട്ടോർ സൈക്കിളിൻ്റെ 4 വരി പാതയിലെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. അടുത്ത ഓട്ടോറിക്ഷയുടെ മാക്സിമം സ്പീഡ് എത്രയാണ്? 50 km/h ആണ്. ഓട്ടോറിക്ഷയുടെ മാക്സിമം സ്പീഡ് എത്രയാണ് 4 വരി പാതയിൽ? 50 km/h ആണ്. അടുത്ത് ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഹെവി പാസഞ്ചർ വെഹിക്കിൾ. അപ്പോൾ ഹെവി ഗുഡ്സ് വെഹിക്കിളിൻ്റെയും ഹെവി പാസഞ്ചർ വെഹിക്കിൾസിൻ്റെയും 4 വരി പാതയിലെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 65 km/h ആണ്. അപ്പോൾ ഹെവി ഗുഡ്സ് വെഹിക്കിളിൻ്റെ ആയിക്കോട്ടെ ഹെവി പാസഞ്ചർ വെഹിക്കിളിൻ്റെ ആയിക്കോട്ടെ രണ്ടിൻ്റെയും ഹെവി വാഹനങ്ങളുടെ മാക്സിമം സ്പീഡ് എന്ന് വെച്ചാൽ 4 വരി പാത എത്രയാണ്? 65 km/h ആണ്. അപ്പോൾ ഒന്ന് നോക്കൂ, 4 വരി പാതയിലാണ്. അപ്പോൾ ഏത് വാഹനം ആയിക്കോട്ടെ ഏത് വാഹനം മാക്സിമം സ്പീഡിൽ ഓടിക്കാവുന്ന റോഡ് എന്ന് വെച്ചാൽ ഏതാണ്? 4 വരി പാതയാണ്. 4 വരി പാതയിലെ മോട്ടോർ കാറിൻ്റെ എത്രയാണ്? 90 km/h ആണ്. അടുത്ത മോട്ടോർ സൈക്കിളിൻ്റെ എത്രയാണ്? 70 km/h ആണ്. അടുത്ത ഓട്ടോറിക്ഷയുടെ
50 km/h ആണ്. അടുത്ത് ഹെവി ഗുഡ്സ്, ഹെവി പാസഞ്ചർ, ഹെവി വാഹനങ്ങളുടെ എത്രയാണ് 65 km/h ആണ്. ഇനി ഇതെല്ലാം ഓവർ സ്പീഡാണ്, അതായത് മാക്സിമം സ്പീഡാണ്. ഇതെല്ലാം ഓവർ സ്പീഡല്ല, മാക്സിമം 4 വരി പാതയിൽ മാക്സിമം ഓടിക്കാവുന്ന സ്പീഡാണ്. ഇതിൽ കഴിഞ്ഞ് ഓടിച്ചാൽ, അതായത് ഓവർ സ്പീഡിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? നേരത്തെ നമ്മൾ പഠിച്ചത് എത്രയാണ്? സെക്ഷൻ 112. ഓവർ സ്പീഡിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് വെച്ചാൽ ഏതാണ്? സെക്ഷൻ 112 ആണ്. അടുത്ത 2 ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമ്മൾ കൺഫ്യൂസിംഗ് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. ഡാഷിൽ കൂടിയ വേഗതയിൽ കാർ കാൽനട യാത്രക്കാരനെ തട്ടിയാൽ മരണം സംഭവിക്കാം. അപ്പം എത്രയാണ്? 30 km/h കൂടിയ വേഗതയിൽ ഒരു കാർ കാൽനട യാത്രക്കാരനെ തട്ടിയാൽ മരണം സംഭവിക്കാമെന്നാണ്. സംഭവിക്കാമെന്ന് എത്രയാണ്? 30 km/h. എന്നാൽ മരണം ഉറപ്പ്. മരണം ഉറപ്പ്. അപ്പം ഡാഷിൽ കൂടിയ വേഗതയിൽ ഒരു കാർ കാൽനട യാത്രക്കാരനെ തട്ടിയാൽ മരണം ഉറപ്പാണ്. എത്രയാണ്? 50 km/h. മരണം ഉറപ്പ് എന്ന് വെച്ചാൽ എത്രയാണ്? 50 km/h കൂടിയ വേഗതയിൽ ഒരു കാർ കാൽനട യാത്രക്കാരനെ തട്ടിയാൽ മരണം ഉറപ്പാണ്. എന്നാൽ മരണം സംഭവിക്കാവുന്ന സ്പീഡ് എത്രയാണ്? 30 km/h ആണ്. മരണം ഉറപ്പിക്കുന്ന സ്പീഡ് എത്രയാണ്? 50 km/h കൂടിയ വേഗതയിൽ ഒരു കാർ കാൽനട യാത്രക്കാരനെ തട്ടിയാൽ മരണം ഉറപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റിൽ അക്കങ്ങളുടെ വലിപ്പം എത്രയാണ്? രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റിൽ അക്കങ്ങളുടെ വലിപ്പമാണ് എത്രയാണ്? 65 × 10 × 10 എന്ന സൈസിലാണ് എല്ലാ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റിൽ അക്കങ്ങൾ അടിക്കേണ്ട വലിപ്പം എത്രയാണ്? 65 × 10 × 10 എന്ന രീതിക്കാണ് രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റിൽ അക്കങ്ങളുടെ വലിപ്പം. അപ്പം ഈ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റിൽ അക്കങ്ങളുടെ വലിപ്പം എത്രയാണ്? 65 × 10 × 10. 65 × 10 × 10 എന്ന ക്രമത്തിലാണ് അക്കങ്ങൾ ക്രമീകരിക്കേണ്ടത്. ഫോർ സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. എല്ലാ പരീക്ഷയ്ക്കും ഒരു ഫയറിംഗ് ഓർഡർ കാണും. ഈ രണ്ടിലേതെങ്കിലും ഒരു ഫയറിംഗ് ഓർഡർ എല്ലാ പരീക്ഷയ്ക്കും കാണും. അത് നോക്കൂ. ഫോർ സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ആണ് 1342. 1342. അടുത്ത 6 സിലിണ്ടർ 6 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ആണ് 153624. അതെങ്ങനെ നമുക്ക് മാറാതെ പഠിക്കാം? എപ്പോഴും ഒരു 6 സിലിണ്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൽ ഏറ്റവും വലിയ സംഖ്യ 6 ആയിരിക്കും. 6 സിലിണ്ടർ എഞ്ചിന്റെ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ 1 മുതൽ 6 വരെ അതിനകത്ത് അക്കങ്ങൾ കാണും. എന്നാൽ 4 സിലിണ്ടർ എന്ന് ചോദിച്ചാൽ 1 മുതൽ 4 വരെ അക്കങ്ങൾ കാണും. എത്ര സിലിണ്ടർ ആണോ ചോദിക്കുന്നത് അത്രയും അക്കം കാണും. അതായത് 4 സിലിണ്ടർ എന്ന് ചോദിച്ചാൽ 1 മുതൽ 4 വരെയാണ് 4 സിലിണ്ടർ എന്ന് ചോദിച്ചാൽ. എന്നാൽ 6 സിലിണ്ടർ എന്ന് വെച്ചാൽ 1 മുതൽ 6 വരെ. ഈ അക്കം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് ഓപ്ഷൻ ഇട്ടിങ്ങനെ. ഇപ്പൊ 1 2 3 4 അങ്ങനെ ഇട്ടിക്കുക. അങ്ങനെ പല രീതിക്കാണ് ഓപ്ഷൻ ഇട്ടിങ്ങനെ 4 സിലിണ്ടർ എന്ന് ചോദിച്ചാൽ. അപ്പൊ നമ്മൾ എങ്ങനെ അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം എടുത്ത് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 3 4 ആണ് 4 സിലിണ്ടറിന്റെ. അപ്പൊ എപ്പോഴും നോക്കിക്കോ, ഇത് രണ്ടും നോക്കൂ. എപ്പോഴും ഒറ്റ സംഖ്യയാണ് ആദ്യം. എപ്പോഴും ഒറ്റ സംഖ്യ ആദ്യമാണ്. 1 3 4 2. ഒറ്റ സംഖ്യ തീർന്നതിന് ശേഷം മാത്രമേ ഇരട്ട സംഖ്യ തുടങ്ങുള്ളൂ. ഒറ്റ സംഖ്യ തീർന്നതിന് മാത്രമേ ഓപ്ഷൻ നോക്കിക്കോളൂ. എപ്പോഴും ഒറ്റ സംഖ്യ ആദ്യം വന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഒറ്റ സംഖ്യ 1 മുതൽ 1 3 4 2 ആണ് 4 സിലിണ്ടറിൻ്റെങ്കിൽ 1 3 കഴിഞ്ഞിട്ട് 4 2. 1 3 4 2 ആണ് 6 സിലിണ്ടറിന്റെ. 6 സിലിണ്ടറിന്റെ എടുത്താൽ അങ്ങനെയാണ്. ഒറ്റ സംഖ്യ കഴിഞ്ഞു 1 5 3 6 2 4. ഒറ്റ സംഖ്യ അത്രയും അവസാനിച്ചതിന് ശേഷമേ അടുത്ത ഇരട്ട സംഖ്യ തുടങ്ങുള്ളൂ. 1 5 3 6 2 4 ആണ് ഒരു 6 സിലിണ്ടർ വാഹനത്തിന്റെ ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇന്നത്തെ ക്ലാസ് നമ്മുടെ ടെക്നിക്കൽ പരമായിട്ടുള്ളതാണ്. ഇത് നമ്മൾ കൺഫ്യൂസിങ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.